നമ്മുടെ വാഹനങ്ങളും വീടുമൊക്കെ യഥാസമയം മെയിൻ്റനൻസ് നടത്തുന്നവരാണ് നമ്മൾ മലയാളികൾ. എന്നാൽ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് അത്ര ഒരു കെയർ നമ്മൾ കൊടുക്കാറില്ല. നമ്മുടെ ശരീരത്തിന് അസുഖം വരുന്നതിന് മുമ്പ് നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കണം എന്ന് പറയുന്ന ഒരു ശാസ്ത്ര ശാഖയാണ് ആയുർവേദം. അപ്പോൾ അതിൻ്റെ അനന്ത സാധ്യതകൾ, വെറൈറ്റി ചികിത്സകൾ ഒക്കെയുള്ള ഒരു സ്ഥാപനത്തെയാണ് ലൈവ് ടിവിയുടെ കേരള ഗൈഡ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. കോട്ടയം ജില്ലയിലെ ഭരണങ്ങാനത്ത് മേരിഗിരിക്ക് നേരെ ഓപ്പോസിറ്റ് സ്ഥിതി ചെയ്യുന്ന ഡിവൈൻ ഹെൽത്ത് കെയർ സെൻറ്റർ. ആയുർവേദ ചികിത്സാ രീതികൾ ഒരുപാട് ഇവിടെയുണ്ട്. ആരോഗ്യ സംരക്ഷണത്തിന് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യേണ്ടത്? അപ്പോൾ ഇവിടുത്തെ വൈദ്യരോട് നമുക്കിത് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. ഡിവൈൻ ഹെൽത്ത് കെയർ സെൻറ്ററിൻ്റെ ബഹുമാന്യനായ സാവിയോ വൈദ്യരാണ് എന്നോടൊപ്പമുള്ളത്. ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആരോഗ്യ സംരക്ഷണത്തിന് അത്യുത്തമമാണ്, സൈഡ് എഫക്റ്റ് ഇല്ലാത്ത ഒന്നാണ് ആയുർവേദം എന്ന് പറയുന്നത്. അതേക്കുറിച്ച് എന്താണ് വൈദ്യരെ തുടക്കത്തിൽ പറയാനുള്ളത്? ആയുർവേദത്തിനെ കുറിച്ച് എനിക്ക് വളരെ നല്ല അഭിപ്രായമാണുള്ളത്. ആയുർവേദം ഞങ്ങൾ ചെയ്തു പോരെന്ന് പറഞ്ഞാൽ കൂടുതലും പാരമ്പര്യ വൈദ്യത്തിൻ്റെ ഗുരുവിൽ നിന്ന് നമ്മൾ പാരമ്പര്യമായി നമുക്ക് കിട്ടിയ സിദ്ധിയാണ് അല്ലേ? പാരമ്പര്യ എൻ്റെ ഫാദറായിട്ടല്ല, ഞാൻ ഗുരുവിൻ്റെ കീഴിൽ വെച്ചതാണ് ഞങ്ങൾ. അപ്പോൾ അതിൻ്റെ ഒരു പാത നമ്മൾ കൊണ്ടിരുന്നു. അപ്പം അത് നമ്മൾ ചെയ്യുന്നതോടൊപ്പം തന്നെ ഞാനൊരു ആരോഗ്യ സംരക്ഷണത്തിൻ്റെ പേരിൽ ഈ ഒരു വാട്ടർ തെറാപ്പി അതുപോലെയുള്ള നമുക്ക് എങ്ങനെയാണോ ഒരുപാട് മരുന്നുകളിലേക്ക് പോകാതെ രോഗങ്ങളിലേക്കും പോകാതെ ആരോഗ്യത്തെ എങ്ങനെ സംരക്ഷിക്കാമെന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കൂടുതലും രോഗമുള്ളവർ തേടിയെത്തുന്നു. കാരണം അവർക്ക് കെയർ കിട്ടുമ്പോൾ അവർ കൂടുതൽ വരുന്നു. അതാണിപ്പം നമുക്ക്. എങ്കിലും ഈ ഒരു രംഗത്തേക്ക് കടന്നതിനുള്ള പ്രചോദനം എപ്പോഴാണ് തോന്നിയത്? എത്ര വർഷം? അതെനിക്ക് ചെറുപ്പം മുതലേ എനിക്ക് തോന്നിയതാണ്. കാരണം എനിക്ക് ഈ വയറ്റിൽ കൊളുത്തിപ്പിടുത്തവും അങ്ങനെയൊക്കെ ഉള്ളത് വരുമ്പോഴത്തേനും അമ്മ പറമ്പിലിറങ്ങി ഈ എനിക്ക് തന്ന് പെട്ടെന്ന് തന്നെ നമ്മൾ റിലീസാകുന്നു. അപ്പോൾ അതിനോടുള്ള ആ ഒരു കമ്പം എനിക്ക് ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പിന്നീട് ഇതിൻ്റെ പുറകെ ഇങ്ങനെ പോയി തേടി അങ്ങനെയാണ്. പ്രധാനമായിട്ടും നമുക്ക് ഇവിടെ എന്തൊക്കെ ചികിത്സകളാണ് അപ്പോൾ ഉള്ളത്? ഇപ്പം നമ്മൾ മെയിനായിട്ട് ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വേരിക്കോസ് വെയിൻകാർക്ക് വളരെ നല്ല റിസൾട്ട് വരുന്നുണ്ട്. പിന്നെ വാദ സംബന്ധമായിട്ട്, പിന്നെ നട്ടല് സംബന്ധമായിട്ട് ഡിസ്ക് തെറ്റുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മൾ ഈ പറഞ്ഞില്ലേ ശരീരത്തിനകത്തുള്ള അഴുക്കുകളെ പുറന്തള്ളി നമ്മൾ ചെയ്തുകൊണ്ട് ഈ വാട്ടർ തെറാപ്പി മെയിനായിട്ട് അതിന് വളരെ ഇതായിട്ട് ഇവിടെ അടുത്തെങ്കിലും വേറെ ഇല്ലാത്തതുകൊണ്ട് കൂടുതൽ അകലങ്ങളിൽ നിന്നെല്ലാം ആൾക്കാർ അവിടെ ഇത് ചെയ്യാനായിട്ട് നമ്മുടെ അടുത്ത് വരുന്നു. വാട്ടർ തെറാപ്പി ഒന്ന് വിശദീകരിച്ച് പറയാം ആളുകൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി. അത് ഞാനത് ഒന്നുകൂടെ കാണിച്ചു. നമ്മുടെ ശരീരത്തിലെ അഴുക്കുകളെ നമ്മൾ പുറന്തള്ളുക എന്നുള്ളതാണ് വേർപ്പ് വഴി. അതാണ് എന്നോട് ഞാൻ കാണിക്കാതെ. നമുക്കിപ്പോൾ ശരീരത്തിൽ അത് ഫീൽ ചെയ്യും നല്ല. പിന്നെ നമ്മുടെ ശരീരമെല്ലാം ഈ ബലമെല്ലാം മാറി ഒന്ന് അയഞ്ഞ് നല്ല ഇതാകും. അത് തന്നെയല്ല, നമ്മളത് പല പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മുടെ മുഖത്തെ നല്ല തെളിച്ചം വരും. കാരണം ഇൻറ്റേർണലിലുള്ള അഴുക്കുകളെ പുറന്തള്ളി കഴിയുമ്പോൾ നമുക്ക് വളരെ നല്ല റിലാക്സേഷൻ ശരീരത്തിനുണ്ടാകുന്നു. വെരിക്കോസുകാർക്ക് നല്ല റിസൾട്ട് കിട്ടുന്നു. അതുപോലെ ഏത് തരത്തിലുള്ള രോഗമുള്ളവർക്കും അത് ചെയ്യാം. ആയുർവേദത്തിന്റെ ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറയുന്നത് സൈഡ് എഫക്റ്റ് ഇല്ലാത്ത ഒരു ചികിത്സ. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്.
പിന്നെ ഇപ്പം ഞാൻ ഈ പറഞ്ഞ വാട്ടർ തെറാപ്പി കൊണ്ട് എനിക്ക് 2 കിഡ്നിയും പോയി ആഴ്ച 2 ഡയാലിസിസ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർക്ക് പോലും ഇതുകൊണ്ട് ഡയാലിസിസ് നിർത്തേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ശരി. ഇപ്പം അത് നമ്മൾ ഗ്യാരണ്ടി നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പം ഈ ചുരുങ്ങി പോകുക എന്ന് പറയുന്ന കേസൊക്കെയാണ് നമ്മളങ്ങനെ വരാൻ പറ്റുന്നത്. ഇപ്പം നെഫ്രോൺസുകൾ നശിച്ചു പോവുക, ദ്രവിച്ചു പോവുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന കേസുകളൊന്നും നമുക്കിത് കൊണ്ട് വരികയില്ല. പിന്നെ അവരുടെ അസ്വസ്ഥതകൾ കുറച്ച് എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ആളുകൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന രോഗമാണ് ഷുഗർ പോലെയുള്ള ജീവിതശൈലി രോഗങ്ങൾ. അപ്പോൾ അതിനൊക്കെ ആയുർവേദത്തിൽ ട്രീറ്റ്മെൻറ്റ് തീർച്ചയായിട്ടും നമുക്ക് ആയുർവേദത്തിൻ്റെ പരിണിത ഫലങ്ങൾ മുഴുവൻ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇപ്പം നമുക്കിവിടെ ഡോക്ടറുണ്ട്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, മരുന്ന് അവർക്ക് നമ്മൾ അങ്ങനെയുള്ളത് നിർദ്ദേശിക്കും. അവർ ഡോക്ടർ പറയുന്ന അനുസരിച്ച് നമ്മൾ ഡോക്ടർ സേവനമുണ്ട്. നമ്മൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ കാര്യങ്ങളെ. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. മറ്റ് എന്തൊക്കെ അസുഖങ്ങൾക്കാണ് പ്രധാനമായിട്ട് നമ്മൾ ഇവിടെ ചികിത്സ നടത്തുന്നത്? ഇവിടെ നമ്മൾ ഇതാണ് ഞാൻ ഈ പറഞ്ഞ ചികിത്സകളാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത്. ഡിവൈൻ ഹെൽത്ത് കെയർ സെൻ്ററിലെ വൈദ്യ സിനി ജോസഫ് മാഡമാണ് എന്നോടൊപ്പം ഉള്ളത്. മാഡം നമസ്കാരം. നമസ്കാരം. ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ആധുനിക ജീവിതത്തിൽ സ്ത്രീകൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതിനൊക്കെ നമുക്ക് ആയുർവേദത്തിൽ ട്രീറ്റ്മെൻറ്റുകളുണ്ടോ? എന്തൊക്കെ ചികിത്സകളാണ് സ്ത്രീകൾക്ക് വേണ്ടി ഇവിടെ നമ്മൾ ചെയ്യുന്നത്? സാധാരണ നടുവേദനയാണ് കൂടുതലും ചേച്ചിമാരൊക്കെ വരാറുള്ളത്. അവർക്ക് നടുവേദന, കൈപൊങ്ങിയാൽ അത് വരിക, കാലുവേദന, വാദസംബന്ധമായ എല്ലാ രോഗങ്ങളുണ്ട്. അപ്പം അതിൻ്റേതായ ഗൈനക്കോളജി സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഇവിടെ വരാറുണ്ടോ? വരാറുണ്ട്. ശരി. അപ്പോൾ അതിനൊക്കെ സ്ത്രീകൾ തന്നെയാണോ ഇവിടെ ചികിത്സ? അതെ. കൂടുതൽ സിസ്റ്റേഴ്സുമാരാണ് വരുന്നത്. അവർക്ക് നട്ടല്, നടുവേദന, വെട്ടല്, പെടലി വേദന, അങ്ങനെയുള്ള കേസുകളൊക്കെ വരാറുണ്ട്. പ്രസവാനന്തര ശുശ്രൂഷകൾ സ്ത്രീകൾക്ക് ലഭിക്കുന്ന ഒരു സ്ഥാപനം എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അതേക്കുറിച്ചൊന്ന് പറയാമോ? നല്ല ട്രീറ്റ്മെൻറ്റ്, എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു ട്രീറ്റ്മെൻറ്റാണ്. അത് നല്ല രീതിയിൽ തന്നെ മരുന്നുകൾ, ആയുർവേദ പച്ചമരുന്നുകൾ എല്ലാം ഇട്ട് ഞങ്ങളിവിടെ പഴയ കാലഘട്ടം പോലെ ഞങ്ങൾ തന്നെ എണ്ണകൾ ഉണ്ടാക്കി ട്രീറ്റ്മെൻറ്റ് ചെയ്യാറ്. ഒരുപാട് സ്ത്രീകൾ അങ്ങനെ ഒത്തിരി കേസുകെട്ടുകൾ വരാറുണ്ട്. അപ്പോൾ എന്തായാലും പ്രത്യേകം നന്ദി. ഓക്കെ. വൈദ്യര, ഇപ്പം നമ്മൾ ഈ ഷുഗർ പോലെ തന്നെ ആളുകൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നതാണ് വെരിക്കോസ് വെയിൻ. അപ്പോൾ അതിന് ഒരുപാട് പേപ്പറിലൊക്കെ നമ്മൾ ചികിത്സകൾ കാണുന്ന ഒരുപാട് പേര് പരാജയപ്പെടുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ നമുക്ക് ഇവിടെ നല്ല ചികിത്സകൾ ഉണ്ടെന്നാണ് എന്നോട് ഇവിടെ ട്രീറ്റ്മെൻറ്റ് എടുത്ത ആളുകൾ പറഞ്ഞത്. തീർച്ചയായിട്ടും അതേക്കുറിച്ചൊന്ന് പറയാമോ? തീർച്ചയായിട്ടും. നമുക്ക് വെരിക്കോസ് വെയിന് നമ്മുടെ ശരീരത്തിലെ അഴുക്ക് ബ്ലഡിനെ കൊണ്ട് ശരീരം തന്നെ ഒരിടത്ത് കൊണ്ട് സ്റ്റോർ ചെയ്യുക. എന്നിട്ട് ശരീരം വീണ്ടും ബൈപ്പാസ് വഴി അത് എൻ്റെ വർക്ക് ചെയ്യുക. ശരീരത്തിനെ നമ്മൾ പ്രതിരോധിക്കുന്നുള്ള. അപ്പം ഇത് നമുക്ക് കുറേ കൂടെ കഴിയുമ്പോഴത്തേന് ഇത് അസ്വസ്ഥമാകും. നമുക്ക് നടക്കാൻ പറ്റാതെ കാല് കഴിച്ചു പൊട്ടി പോവുക, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അതിൻ്റെ പരിണിത ഫലമായിട്ടുണ്ടാകുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇത് നമുക്ക് മാറ്റാനായിട്ട് ഇവിടെ സാധിക്കുന്നുണ്ട് കൂടുതൽ. കാരണം ഡോക്ടർ നിർദ്ദേശപ്രകാരം നമ്മൾ മരുന്ന് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞ ഇതെല്ലാം നമ്മൾ ചെയ്യും. കാരണം നമുക്ക് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം വന്ന ഒരാൾ എന്ന് പറയുന്ന 2 കാലും മന്തുകാല് പോലെ ഈ വെരിക്കോസ് വെയിൻ ഉള്ളിലാണ്. അപ്പം മന്തുകാല് പോലെ നീരാ. അപ്പം പുള്ളി വേറെ ഹോസ്പിറ്റലിലൊക്കെ പോയി മെഡിക്കൽ കോളേജിലൊക്കെ പോയതാണ്. പക്ഷെ പുള്ളിക്ക് അത് ഒട്ടും മാറുന്നില്ല. പുള്ളി അവസാനം നടക്കാൻ പോലും മേലാതെ ഒരു വണ്ടിയിൽ ഇവിടെ കൊണ്ടുവന്നിട്ട് ഞാൻ ഒരു വിധത്തിൽ അതിനകത്ത് കയറുന്നത്. ഏതായാലും പുള്ളി ഇപ്പം വളരെ നന്നായിട്ട് പുള്ളി നടക്കാൻ പറ്റുന്നുണ്ട്. നീര് കംപ്ലീറ്റ് മാറി. അങ്ങനെ അതുപോലെയുള്ള റിസൾട്ട് നമുക്ക് ഇഷ്ടം പോലെ വരുന്നുണ്ട്. അപ്പോൾ അവരുടെ ഒരു സന്തോഷം ഭയങ്കരമാണ്. അത് അങ്ങനെയുള്ള അനുഭവങ്ങളുള്ളതുകൊണ്ടാണ് ഞങ്ങൾ താങ്കളെ തേടി എത്തിയത്. അതെ. അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് നമ്മളോട് അടുത്ത് അതിന് വേണ്ടി വരുന്നുണ്ട്. അകലങ്ങളിൽ നിന്നൊക്കെ വരാറുണ്ട്. അത് ശരി. മനുഷ്യൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങളാണ് ഏറ്റവും വലിയ സാക്ഷ്യം എന്ന് പറയുന്നത്. ഡിവൈൻ ഹെൽത്ത് കെയർ സെൻ്ററിലേക്ക് വന്നതാണ് നമ്മുടെ സെബാസ്റ്റ്യൻ ചേട്ടൻ 1 വർഷം മുമ്പ് വെരിക്കോസ് വെയിനുമായി. അപ്പോൾ അദ്ദേഹം അതെല്ലാം പൂർണ്ണമായിട്ട് സുഖപ്പെട്ടു എന്നാണ് പറയുന്നത്. എന്താണ് സംഭവം ശരിക്കും ഉണ്ടായത്? എൻ്റെ കാല് രണ്ടും നല്ല നീരായിരുന്നു. നീര് കാരണം വെറുതെ ചുമ്മാ നീരാന്ന് വിചാരിച്ച് ഓയിൽമെൻറ്റൊക്കെ തേച്ച് വീട്ടിൽ ഇരുന്നപ്പോഴത്തേക്കും ലാസ്റ്റ് ബെഡിൽ നിന്ന് എഴുന്നേറ്റ് മൂത്രമൊഴിക്കാൻ പോലും പോകാൻ ബുദ്ധിമുട്ടായിരുന്നു. പല സ്ഥലത്തും പരിശോധനകളെല്ലാം നടത്തിയിട്ട് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. പിന്നെ കിഡ്നിക്ക് തകരാറോ ലിവറിന് തകരാറോ എന്നൊക്കെ ഓർത്ത് എല്ലാ പരിശോധന നടന്നിട്ടും കുഴപ്പമില്ലായിരുന്നു. പിന്നെ കാല് സ്കാൻ ചെയ്തപ്പോഴാണ് വെരിക്കോസാണെന്ന് മനസ്സിലായി. പുറത്തൊന്നും തടിപ്പൊന്നും കണ്ടില്ല, ഉള്ളിലായിരുന്നു. അങ്ങനെ വെരിക്കോസിനുള്ള മരുന്ന്
കഴിച്ചെങ്കിലും ഉറയൊക്കെ ഇട്ടെങ്കിലും പൂർണ്ണമായിട്ട് മാറിയില്ല. അങ്ങനെയാണ് ഈ വൈദ്യശാലയിലേക്ക് എത്തിപ്പെടുന്നു. ഓരോരുത്തർ പറഞ്ഞറിഞ്ഞ് ഇവിടെ ചോദിക്കാൻ വേണ്ടി വന്നപ്പോൾ എൻ്റെ കാലിൻ്റെ അവസ്ഥ കണ്ടപ്പം അവർ പറഞ്ഞ് പൈസ ഒന്നും ഇപ്പം മുടക്കണ്ട, ഇപ്പം തന്നെ ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെയാണ് കാല് വെള്ളത്തി വെച്ച് ഇങ്ങനെ വലിച്ച് ഒരു 3 ദിവസം കഴിഞ്ഞപ്പോഴേ കാലിന് ആശ്വാസം കിട്ടി. തീർച്ചയായിട്ടും അത് നന്നായിട്ട് അങ്ങ് മാറി. ആര് ചോദിച്ചാലും ഞാൻ പറയും പൂർണ്ണമായിട്ട് മാറി. പിന്നെ ഇടയ്ക്ക് ഇച്ചിരി വേദനയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അത് നമ്മുടെ അത്രയും 1 വർഷമാണ് ഇത് കൊണ്ടു നടന്നത്. 1 വർഷത്തിനുള്ളിലാണ് ഈ ഒരു മാസം. നമ്മുടെ സെബാസ്റ്റ്യൻ ചേട്ടനെ പോലുള്ള ഒരുപാട് ആളുകൾ ഇനിയുണ്ട് എന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനും സംസാരിക്കാം. ഇത് വെറും പരസ്യമല്ല, ഇതാണ് സത്യം, ആയുർവേദത്തിൻ്റെ സത്യം. ആയുർവേദം എല്ലാവർക്കും വിശ്വാസമില്ല, പക്ഷേ ഞാൻ ഇതിൽ വിശ്വസിക്കുന്നു. കാരണം അതുപോലെ ഒരു സുഖം എനിക്കിതിൽ നിന്ന് അനുഭവം ഉണ്ടായി. എന്തായാലും ആയുർവേദത്തെക്കുറിച്ചും അതിൻ്റെ ചികിത്സാ രീതികളെക്കുറിച്ചും ഒക്കെ വളരെ വിശദമായി സംസാരിച്ച സവ്യ വൈദ്യർക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. അപ്പോൾ ആരോഗ്യ സംരക്ഷണത്തിന് ആയുർവേദം അത്യുത്തമമാണ്. അതിന് നമ്മുടെ സവ്യ വൈദ്യർ നിങ്ങളെ ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും അദ്ദേഹത്തിൻ്റെ സേവനം ലഭ്യമാണ്. മനോഹരമായ ഈ എപ്പിസോഡ് ഇവിടെ സമാപിക്കുന്നു. വീണ്ടും കണ്ടുമുട്ടാം. സൈനിങ് ഓഫ് ഷിയാദ് ചങ്ങനാശ്ശേരി.